അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരിയും സഹോദരന്മാരും, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന ഖുർആൻ വിശദീകരണ പാഠങ്ങളാണ് മനസ്സിലാക്കുവാൻ നാം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ സൂറ ബഖറയിൽ 33-ാമത്തെ വചനം അതിനെ വിശദീകരിക്കുന്നു ഹസ്രത്ത് ഖലീഫത്തുള്ള. 33-ാമത്തെ വചനം ഇപ്രകാരമാണ്: ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഖാലൂ, അവർ പറഞ്ഞു, സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, ലാ ഇൽമ ലനാ, ഞങ്ങൾക്ക് അറിവില്ല, ഇല്ലാ മാ അല്ലംതന, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്നതല്ലാതെ, ഇന്നക്ക, നിശ്ചയമായും നീ, അന്ത, നീ തന്നെയാണ്, അൽ അലീമുൽ ഹക്കീം, എല്ലാം അറിയുന്നവനും എല്ലാ ബുദ്ധി കേന്ദ്രവും ആയിട്ടുള്ളവൻ. ഈ വചനത്തിനെ വിശദീകരിച്ച് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, ഇപ്പം എല്ലാ അറിവും നിന്നിലാണ്, എല്ലാ ബുദ്ധി കേന്ദ്രവും നിന്നിലാണ്. അതിൽ നിന്നാണ്, ആ സ്രോതസ്സിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായതും അത് നിലനിൽക്കുന്നതും. നിൻ്റെ അറിവിലാണ്, അതിലൂടെയാണ് ഇതൊക്കെ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിൻ്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ്. നീ നൽകിയ അറിവിൻ്റെ സ്രോതസ്സിലൂടെ രൂപപ്പെട്ടു നിൽക്കുന്ന ഈ പ്രപഞ്ചം, അതിൽ ഒരു ജീവിയായി വന്ന് ഞങ്ങളും, നീ പകർന്നു നൽകിയതല്ലാത്ത ഒന്നുമില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് സത്യത്തിൽ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം റിസർച്ചുകളുണ്ടോ അതൊക്കെ ഈ പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ടാണ്, അതിൽ കാണുന്ന വസ്തുവകളെ നോക്കിക്കൊണ്ടാണ്, അതിൽ അവൻ സ്ഥാപിച്ചു നിർത്തിയിരിക്കുന്ന അനന്തകോടി നക്ഷത്രങ്ങളെയും ഗോളങ്ങളെയും ഒക്കെ കുറിച്ചാണ് മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ വിളയുന്ന സസ്യജാലങ്ങളെക്കുറിച്ചാണ്, സമുദ്രത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മത്സ്യസമ്പത്തിനെ കുറിച്ചാണ്, അതിൻ്റെ ഗഹനതയിൽ, അതിൻ്റെ ആഴങ്ങളിൽ എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ പുറത്തു നിന്നെങ്ങും ആരും ഒന്നും കൊണ്ടുവരുന്നില്ല. അവൻ്റെ അറിവിൽപ്പെട്ട സർവജ്ഞനായ, എല്ലാ ബുദ്ധിയുടെയും കേന്ദ്രമായ അള്ളാഹുവിൻ്റെ ഉറവിടത്തിൽ നിന്നും പുറപ്പെട്ട ഈ വിസ്മയകരമായ പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ട് മനുഷ്യൻ, അവൻ്റെ മലക്കുകൾ പറയുകയാണ്, കാലു, അവർ പറഞ്ഞു, സുബ്ഹാനക ലാ ഇൽമ ലനാ,
നിൻ്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഞങ്ങൾക്കറിവില്ല, ഇല്ലാമ അല്ലംതന, നീ ഞങ്ങൾക്ക് പകർന്നു നൽകിയതല്ലാതെ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമ്മളിനി എന്തെല്ലാം കണ്ടുപിടിച്ചാലും ഏതൊക്കെ രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തിയാലും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് അന്വേഷിച്ചാലും അതൊക്കെ അവൻ ആൾറെഡി ഇവിടെ എക്സിസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അതിനെ നിലനിർത്തിയിരിക്കുകയാണ്. അത് നമ്മൾ അന്വേഷിച്ച് വീണ്ടും കണ്ടെത്തുന്നു എന്ന് മാത്രം. അപ്പോൾ അത് സംബന്ധമായിട്ട് ആസ് ദ ഏഞ്ചൽസ് വെയർ കോൺഷ്യസ്, അങ്ങനെ മലക്കുകൾക്ക് കാര്യം മനസ്സിലായി, അവർക്ക് അതിനുള്ള ബുദ്ധി ഉദിച്ചു എന്നർത്ഥം. ദ ഏഞ്ചൽസ് വെയർ കോൺഷ്യസ് ഓഫ് ദെയർ നാച്ചുറൽ ലിമിറ്റേഷൻസ്, അവരുടെ പ്രകൃതിപരമായിട്ടുള്ള പരിമിതികൾ. ഒരു മലക്ക് എന്ന നിലയിൽ നമ്മൾ ചിലപ്പോൾ അതിനെല്ലാത്തിനും കഴിവുള്ളതാണ്, വലിയ ശക്തിയുള്ളതാണ്, എവിടെയും എപ്പോഴും ചെല്ലാവുന്നതാണ്, എന്തൊക്കെ തെറ്റായ രീതിയിൽ അതിനൊക്കെയുള്ള പവർ ഏതളവിൽ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടോ അത് മാത്രമേ ഉള്ളൂ എന്നും അതിനെല്ലാം പരിമിതി ഉണ്ട് എന്നും അത് സംബന്ധമായി അവർക്ക് കാര്യം ഇപ്പോൾ ബോധ്യമായി. ഒന്ന് രണ്ട് ഫാക്ട്സുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ സമർപ്പിച്ചപ്പോഴാണ് ഈ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളൊക്കെ എന്തിനാണ് സൃഷ്ടിക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അത് നിഷേധഭാവമല്ലായിരുന്നു എന്നും അത് ചില വസ്തുതകൾ അവരുടെ അനുഭവത്തിൽ നിന്നും വെളിപ്പെടുത്തിയതാണെന്നും പറഞ്ഞുകൊണ്ട് as the angels were conscious of their natural limitations, they frankly confessed, അവർ ഏറ്റു പറഞ്ഞു. എങ്ങനെയാണ്? ഫ്രാങ്ക്ലി. അപ്പോൾ കപടത ഇല്ലാത്ത നിലയിൽ, യാതൊരു വ്യാജവും അതിലില്ല. അങ്ങനെ അവർ അത് ഏറ്റു പറഞ്ഞു. ദാറ്റ് ദേ വെയർ അൺഎബിൾ ടു റിഫ്ലക്റ്റ് ആൾ ഗോഡ്സ് ആട്രിബ്യൂട്ട്സ് ആസ് മാൻ കുഡ് ഡു. മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ചിന്തിക്കുവാനുള്ള കഴിവില്ല. ദേ വെയർ അൺഎബിൾ ടു റിഫ്ലക്റ്റ്. അവർ അത് സംബന്ധമായിട്ട് ചിന്തിച്ച് ഗ്രഹിക്കാൻ കഴിയില്ല. ആൾ ഗോഡ്സ് ആട്രിബ്യൂട്ട്സ്, ദൈവത്തിൻ്റെ സവിശേഷമായ ഗുണവിശേഷങ്ങളെക്കുറിച്ച് ആസ് മാൻ കുഡ് ഡു, മനുഷ്യർ കണ്ടെത്തുന്നത് പോലെ, മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുവാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. അതായത് ദേ കുഡ് റിഫ്ലക്റ്റ് ഓൺലി സച്ച് ഓഫ് ഹിസ് ആട്രിബ്യൂട്ട്സ് ആസ് ഹീ ഇൻ ഹിസ് എറ്റേണൽ വിസ്ഡം. അനന്തമായ അവൻ്റെ ബൗദ്ധിക കേന്ദ്രത്തിൽ നിന്നും അവൻ ഏതളവിൽ അവൻ്റെ ഗുണവിശേഷത്തെ പകർന്നു നൽകുവാൻ മലക്കുകളോട് ഉദ്ദേശിച്ചുവോ ആ അളവ് എന്താണോ അത് മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് അവർ സമ്മതിക്കുന്നു. ഹാഡ് ഗ്രാൻഡഡ് ദം ദ പവർ ടു റിഫ്ലക്റ്റ്, അത് ചിന്തിക്കാനുള്ള ഒരു കഴിവ്. ഇതുപോലെ നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ മനുഷ്യർക്കും പരിമിതികളുണ്ട്. പക്ഷേ അത് മലക്കുകളുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ കൂടുതലാണ്. അപ്പുറത്തേക്ക് കൂടുതൽ ചിന്തിക്കാൻ ഉള്ള വഴികൾ. ദേ ന്യൂ ദാറ്റ് Allah saw all what others see. അവർ മനസ്സിലാക്കി, അതായത് മാലാഖമാർ അറിഞ്ഞു എന്താണ്? ദാറ്റ് Allah saw all what others see. മറ്റുള്ളവരെന്തെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു അതെല്ലാം അല്ലാഹു തആല കണ്ടുകൊണ്ടിരിക്കുന്നു എന്നവർ മനസ്സിലാക്കി. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭൂമുഖത്തുള്ള സകല മനുഷ്യരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലാഹു തആല കണ്ടുകൊണ്ടിരിക്കുന്നു. വാട്ട് അതേഴ്സ് ഡു നോട്ട് സീ, എന്നാൽ മറ്റുള്ളവർക്കത് കാണാൻ പറ്റിയല്ല, പക്ഷെ അല്ലാഹു തആല അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിലുള്ള ആളുകൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊന്നും നമുക്ക് കാണാൻ പറ്റിയല്ല, പക്ഷേ അല്ലാഹു തആല സകല മനുഷ്യരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുവാനുള്ള കഴിവ് അവനിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു അല്ലാഹുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്ന് നമുക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? അഖില ലോക സൃഷ്ടാവായ അല്ലാഹു, സകല മനുഷ്യരെയും സൃഷ്ടിച്ച സൃഷ്ടാവായ അല്ലാഹു, നിയന്താവായ അല്ലാഹു, നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് നമ്മളെല്ലാം വളരെ പരിമിതമായ നിലയിൽ കാര്യങ്ങൾ കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് നമുക്ക് വിശാലതയില്ലാതെ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വെറും ഗ്രാമങ്ങളും പിന്നെ പട്ടണങ്ങളും സംസ്ഥാനങ്ങളും രാജ്യവും ഒക്കെ ആക്കി നമ്മൾ തിരിച്ച് അതിരിട്ട് ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ്. അല്ലാഹു തആല ആണെങ്കിലോ ഭൂമി മുഴുവൻ തുറന്നു വെച്ചിരിക്കുകയാണ്.
എന്നിട്ട് ഭൂമിയിൽ വസിക്കുന്ന സകല മനുഷ്യരെയും സൃഷ്ടിച്ചത് നാം ആണെന്ന് അവൻ അവകാശപ്പെടുന്നു. അവനിലേക്കാണ് നമ്മൾ എല്ലാവരും മടങ്ങിപ്പോകുന്നതെന്ന് പറയുന്നു. ദയവായി ആ വീഡിയോ ഒന്ന് ഓഫാക്കുക. അപ്പോൾ മറ്റുള്ളവരെന്താണ് ചെയ്യുന്നതെന്ന് സദാസമയം കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു തആല. വാട്ട് അതേഴ്സ് മേ ഈവൻ വിഷ് ടു കൺസീൽ. ഇനി മറച്ചു വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പോലും അള്ളാഹു അറിയുന്നു. അവൻ്റെ അടുത്ത് ഇത് പറയണ്ട നമുക്ക്, അല്ലെങ്കിൽ അവളുടെ അടുത്ത് ഈ കാര്യം പറയണ്ട എന്ന് പറഞ്ഞ് രഹസ്യമാക്കി വെക്കാൻ ഉള്ള നമ്മുടെ ഗൂഢപദ്ധതികളുണ്ടല്ലോ, ഇതൊക്കെ അല്ലാഹു തആല അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അവസാനിപ്പിച്ച് സംശുദ്ധമായ നിലയിലുള്ള ഒരു ജീവിതം നയിക്കണം എന്നാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ആ വീഡിയോ ആരോ അതൊന്ന് ശരിയാക്കുന്നില്ലല്ലോ. അൺമ്യൂട്ട് ആക്കണോ? അല്ല, ഇത് അതൊരു നമുക്കൊരു കുഴപ്പമായിട്ട് വരുന്നത് സംസാരിക്കുമ്പോൾ. വാട്ട് അതേഴ്സ് മേ ഈവൻ വിഷ് ടു കൺസീൽ. അതുകൊണ്ട് മറച്ചു വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പോലും അല്ലാഹു തആല അറിയുന്നുണ്ട് എന്ന് അറിയുക. ആയതിനാൽ നമ്മുടെ ജീവിതം പരിപൂർണമായിട്ടും സംശുദ്ധീകരിക്കുക. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവ്, ഒരു രക്ഷിതാവ് നമുക്കുണ്ട് എന്ന് നമ്മൾ അറിയുക. നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ചലനത്തെക്കുറിച്ചും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മാൻ ഹാസ് മെനി ക്വാളിറ്റീസ്. മനുഷ്യർക്ക് അല്ലാഹു തആല വളരെയധികം ഗുണങ്ങൾ, വൈശിഷ്ട്യങ്ങൾ നൽകിയിട്ടുണ്ട്. ദാറ്റ് ആർ ലാറ്റൻറ്റ്. അത് ആ മനുഷ്യനിൽ അന്തർലീനമായി കിടക്കുകയാണ്. ഈ ക്വാളിറ്റീസ്, ഈ ഗുണങ്ങൾ മനുഷ്യനിൽ അന്തർലീനമായി കിടക്കുകയാണ്. വിച്ച് ഹി മേ വിഷ് ടു സപ്രസ്. അത് ചിലപ്പോൾ അവൻ്റെ ഉള്ളിൽ അതിനെ അടക്കി വയ്ക്കുവാൻ ശ്രമിക്കും. ഓർ കൺസീൽ, അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ അത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കും. ടു ഹിസ് ഓൺ ഡിറ്റർമിൻറ്റ്. അവൻ്റെ അനിഷ്ടങ്ങളൊക്കെ അങ്ങനെ ചിലപ്പോൾ പ്രകടിപ്പിക്കാനൊക്കാതെ മറച്ചു വയ്ക്കുക, അല്ലെങ്കിൽ അടക്കി വയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള കഴിവ് അല്ലാഹു തആല മനുഷ്യന് നൽകിയിരിക്കുന്നു. മാൻ ഹാസ് മെനി ക്വാളിറ്റീസ് ദാറ്റ് ആർ ലാറ്റൻറ്റ്. അത് അവർ അന്തർലീനമായി കിടക്കുന്നതാണ്. അപ്പോൾ ഈ അന്തർലീനമായി കിടക്കുന്ന ഈ ഗുണവിശേഷങ്ങളെ, ഈ കാര്യങ്ങളെ ഏറ്റവും ഉത്കൃഷ്ടമായ നിലയിൽ നമ്മൾ ഉപയോഗിച്ചു കൊള്ളണം. നമ്മുടെ കുതന്ത്രങ്ങളൊന്നും അല്ലാഹുവിൻ്റെ മുമ്പിൽ നടക്കില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സദാ വീക്ഷിച്ചുകൊണ്ടും അറിഞ്ഞുകൊണ്ടും നോക്കിക്കണ്ടുകൊണ്ടും ഇരിക്കുന്ന അല്ലാഹുവാണ് എന്നറിയുന്നവർ പറയുന്ന വചനമാണ് കാലൂ. അവർ പറയും, അത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പറയും, സുബ്ഹാനക, നിൻ്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ലാ ഇൽമ ലനാ, ഞങ്ങൾക്ക് ഒരു അറിവുമില്ല, ഇല്ലാമ അല്ലംതന, നീ ഞങ്ങൾക്ക് പകർന്നു നൽകിയതല്ലാതെ. ഇന്നക അന്ത, നിശ്ചയമായും നീ എല്ലാം അറിയുന്നവനും അൽ ഹക്കീമുമാണ്, യുക്തിയുക്തമായി വിധി പറയുന്നവനാണ് അല്ലാഹു. നമ്മുടെ കോടതികളൊക്കെ പറയുന്ന പോലുള്ള വിധിയൊന്നും അല്ല കേട്ടോ. യുക്തിയുക്തമായ നിലയിൽ ഓരോരുത്തൻ്റെയും അകവും പുറവും അറിയുന്നവനായ അല്ലാഹു ഏറ്റവും വലിയ വിധികർത്താവല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ. വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല വിധികർത്താവ് അല്ലാഹു അല്ലേ എന്ന്. നമ്മളൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്. നമ്മുടെ വിധികളൊക്കെ ചില സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. യഥാർത്ഥമായ വിധി അല്ലാഹുവിൽ നിന്ന് ലഭ്യമാകുന്നത് തന്നെയാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ അല്ലാഹു സകലതും കണ്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഉത്തമബോധ്യമുള്ള ഒരു വിധികർത്താവ്, ഒരു മനുഷ്യൻ ഏറ്റവും നല്ല വിധികർത്താവായി ഭൂമിയിൽ മാറുന്നതാണ്. ആ ദൈവിക വിശ്വാസമില്ലാത്ത ഒരാളും യഥാർത്ഥമായ നിലയിൽ അതിൻ്റെ വിധി പുറപ്പെടുവിക്കുവാൻ സാധ്യത വളരെ കുറവാണ്. അവിടെ വിഭാഗീയമായ നിലയിൽ അവർ കാര്യങ്ങൾ കാണും.
അങ്ങനെ എത്ര വിധികൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് തന്നെ. ഈ രീതിയിലുള്ള വിധികൾ പുറപ്പെടുവിക്കുന്നു. സത്യം മറ്റൊന്നായിരിക്കെ, അത് അവർക്കും സമൂഹത്തിനും ബോധ്യമായിരിക്കെ അത് പ്രകടിപ്പിക്കുവാൻ ഉള്ള ആർജവം കാണിക്കാത്ത എത്രയോ വിധികർത്താക്കളെ നമ്മൾ കാണുന്നു. പക്ഷേ ഇവിടെ അല്ലാഹു തആല പറയുന്നത്, ഇവിടെ സാക്ഷ്യം പറയുന്നു മലക്കുകൾ, ഇന്നക അൻതൽ അലീമുൽ ഹക്കീം, എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നവനും എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി വിധി പ്രസ്താവിക്കുന്നവനുമാണ് നീ. അങ്ങനെയുള്ള ഒരു വിധി പ്രസ്താവന നടത്തുന്ന ഒരുവൻ്റെ അടുത്തലേക്കാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. അവനാണ് നമുക്ക് ഈ ജീവിതം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം അടിമുടി പരിഷ്കരിക്കുക, നന്മയിൽ അധിഷ്ഠിതമായിരിക്കുക. ഇന്ന് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ വിശദീകരണം ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ കാരുണ്യാതിരേകത്താൽ നിയോഗിതനായ ഹസരത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല നൽകുന്ന ഈ വിശദീകരണ പാഠങ്ങൾ നമുക്ക് ഒരു പുതിയ വെളിച്ചം, ഒരു പുതിയ പ്രകാശം, ഒരു പുതിയ പ്രഭാതോദയം ഉണ്ടാകേണ്ടത് തന്നെയാണ്. ആ നിലയിൽ നമ്മൾ ചിന്തിക്കുമെങ്കിൽ ഇന്ന് അടുത്ത വരുന്ന 4 ദിവസങ്ങളിലെ സമ്മേളനങ്ങളിൽ, ഏറ്റവും അനുഗ്രഹീതമായ സമ്മേളനങ്ങളിൽ ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ, നിലനിർത്തുവാൻ കഴിയുന്ന ഏറ്റവും അനുഗ്രഹീതമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഖലീഫത്തുള്ളായുടെ ഉപദേശ നിർദ്ദേശമനുസരിച്ച് അടുത്ത 4 ദിനരാത്രങ്ങൾ വിശിഷ്യ പ്രത്യേകമായ നിലയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഈ പ്രദേശത്ത്, ഈ സ്ഥലത്ത് വർഷിക്കുന്നതാണ്. കാരണം ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ പാഠം, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, അറിവിൻ്റെ സദസ്സ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ കഴിയുന്ന സ്വർഗീയ ആരാമമാണ്. ഈ സ്വർഗീയ ആരാമത്തിലേക്കാണ് മാനവനെ നമ്മൾ വിളിക്കുന്നത്. ഇവിടെ പരിധിയില്ല. കേരളമെന്നോ തമിഴ്നാടെന്നോ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളെന്നോ ലോകമെന്നോ ഒരു പരിമിതിയില്ല. മനുഷ്യന് മാത്രം എന്തിനു വേണ്ടിയാണ്? ആത്മീയ ജ്ഞാനത്തിൻ്റെ പാത തുറക്കുന്നതിനായിട്ട്, ഒരു വെളിച്ചം പകരുന്നതിനായിട്ട്, തങ്ങളുടെ ജീവിതം സംശുദ്ധീകരിക്കുന്നതിനായിട്ട്. ആ നിലയിൽ നിങ്ങൾ സ്വർഗീയ ആരാമത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാ സ്വർഗം തുറക്കപ്പെടുന്നു. മജ്ലിസുൽ ഇൽമ്, അറിവിൻ്റെ സദസ്സ്. അത് ആ അറിവ് ലഭിക്കുമ്പോൾ അത് നമ്മൾ കർമ്മപഥത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകിയെത്തും, ഓടിയെത്തും. അതിനായിട്ടാണ് നിങ്ങൾ ഒരുമിച്ച് കൂടുവാൻ ഹസരത്ത് ഖലീഫത്തുള്ള ഈ നൂറ്റാണ്ടിൽ നമ്മളോട് ആഹ്വാനിച്ചത്. അത് മാസത്തിലൊരിക്കൽ കഴിയുമെങ്കിൽ അങ്ങനെ, 2 മാസത്തിലൊരിക്കലെങ്കിൽ അങ്ങനെ, 3 മാസത്തിലെങ്കിൽ അങ്ങനെ, വർഷത്തിലൊരിക്കലെങ്കിൽ അങ്ങനെ, നിങ്ങൾ എത്രത്തോളം രീതിയിൽ നിങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കുവാൻ എത്ര പേരുണ്ടെന്ന് അറിയണമെങ്കിൽ സ്വർഗം തുറന്നു വെച്ചിട്ട് വിളിക്കണമല്ലോ. അങ്ങനെ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന 11 പേർക്കും അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് ഇന്ന് ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.